നിന്നെ ആയിട്ട് നടക്കാതെ കിടക്കണേ. നിന്നെ കിടക്കണമെന്ന് ചോദിക്കുവേ. ആ വീട്ടോട്ടോ? കുറച്ച് ദിവസം ആയല്ലോ വീട്ടിൽ പോക്ക് തുടങ്ങിയിട്ട്. വീട്ടിൽ പോക്ക് തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്ന്. ആ അവരൊക്കെ ഇവിടെ ഇല്ലേ ഉള്ളേ? ഈ വീട്ടിലെ എല്ലാവരും ഉള്ളൂ. ഇവിടെ ഉണ്ടെന്നേ. വീടും നാടും ഉണ്ട്. നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നേ. നമ്മുടെ വീട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേറെ വീട് ഏതാ? വേറെ വീടില്ല നമുക്കുള്ള വീട് ഇതേ ഉള്ളൂ. ഞാറുകുളത്തിൽ കെട്ട വീട് ഇതല്ലേ? ഞാനൊന്നുമില്ല. ഇവിടെ വിവാനുണ്ട്, ജോമോളുണ്ട്. വിവാനുണ്ട്, ജോമോളുണ്ട്. ആ വിവീന അവധിക്ക് വരും. മറ്റവരാര്? കാരണവന്മാരൊക്കെ പോയില്ലേ? കാരണവന്മാരൊക്കെ ഇവിടുന്ന് പോയി. കർത്താവ് കൊണ്ടുപോയി. കർത്താവ് കൊണ്ടുപോയെന്നേ. കർത്താവ് കൊണ്ടുപോയെന്നേ. മുത്തപ്പൻ കൊണ്ടുപോയി. മുത്തപ്പൻ എവിടെയാ കൊണ്ടുപോണേ? മുത്തപ്പൻ്റെ അടുത്ത് പോയി അവരല്ല. ഞാൻ വരുന്ന മരിയല്ല. നിന്നെ പുറത്തിറക്കി നടക്കാതെ തണുപ്പായോണ്ടാണോ? നല്ല തണുപ്പല്ലേ? നല്ല വൈകിട്ട് നല്ല മഴയായിരുന്നു. ആര്? ഇവിടെ കിടന്നവർ ഇവിടെ തന്നെ ജീവിക്കും. ഇവിടെ കിടന്നവർ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ? ഇവിടെ കിടന്നവരേ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നേ. വേറെ എവിടെ പോയി ജീവിക്കാനാ? വേറെ എങ്ങനെ ജീവിക്കാൻ പറ്റിയില്ല. വേറെ എവിടെ ജീവിക്കാനാ? ഇവിടെ തന്നെ ജീവിക്കണം. ആ കാരണവന്മാരും ഇവിടെ ഇല്ലല്ലോ. കാർന്നോത്തേ ഉള്ളൂ. കാർന്നോത്തല്ലേ ഉള്ളൂ. കുഞ്ഞിവിടെ നിന്ന് പശു പുല്ല് തിന്നുന്നുണ്ട്. കാർന്നോത്തേ ഉള്ളൂ. കാരണവന്മാരൊക്കെ പോയി. കണ്ട അവള് വിളിക്കുന്നുണ്ട്. അവിടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണോ? എന്നാടി കുഞ്ഞിപ്പശുവേ ഒളിഞ്ഞു നോക്കി ഉണ്ടാണോ? നമ്പടി കള്ളി അവളൊന്ന് കുടിപ്പിക്കുന്നുണ്ടോ? അവളൊന്ന് കുടിപ്പിക്കുക കേട്ടോ. നമ്മളെ ചാരി നിർത്തി. അവളെ ഒന്ന് മാറ്റി കെട്ടിയിട്ട് വരട്ടെ. അവള് ചെരിഞ്ഞ് നിന്നവിടത്തെ മകളെ കുടിപ്പിക്കണം. അമ്പടി കള്ളി നടി പരിപാടി മാറുതടി. നീ കള്ളത്തരം കാണിക്കുന്ന ഈ തീറ്റെല്ലാം തന്നിട്ടെ മള ഇത് കുടിപ്പിക്കുന്ന നീ ഒക്കെ ആവശ്യത്തിന് കൊടുക്കുന്നില്ലേ? ഇല്ലേ പാലില്ലാത്ത? ആഹാ കൊള്ളാലോ. പൊന്നിപ്പെണ്ണേ നീ കൊള്ളാലോ. അമ്മയെ ഞങ്ങളെ പറ്റിച്ച് കുടിക്കുന്ന ചെരിഞ്ഞ് നിന്ന് കൊടുത്തേക്കോളൂ. ചെരിഞ്ഞ് നിന്ന് അല്ലേ? ഇനി മാറ്റി കിട്ടിയേക്കാം കേട്ടാ. ഇല്ലെങ്കിൽ മാറ്റി കിട്ടിയേക്കാം. അപ്പോൾ രണ്ടുപേരെ ഒരെണ്ണത്തിലോട്ട് തന്നെ കെട്ടി. ഇപ്പോൾ കുഴപ്പമില്ല. അല്ല എവിടെ കിട്ടിയാലും ഇവിടെ തലവലിച്ച് ഇവിടെ കൂനിക്കൂടി നിന്ന് കൊടുക്കും. ഇതൊക്കെ മാറ്റിയിട്ട് തിന്നെ. ഇതൊക്കെ തിന്നെ. ഇവിടെ ഉണ്ടല്ലോ അതേ കിടക്കണം. മൊത്തമെല്ലാം നണ്ട് കിടപ്പുണ്ട്. കടിച്ചു പറിച്ചെല്ലാം തിന്നടി. ചക്ക വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് പുറത്തിറക്കിയിട്ട് കൊടുക്കാമെന്ന് ഓർത്താ. കള്ളത്തരം കാണിക്കുന്നല്ലേ? ഇതാണ് ഇവിടെ പാല് കിട്ടാത്ത ഞങ്ങൾക്ക്. ഇന്നലെ വൈകിട്ട് മൊത്തം മഴയായിരുന്നു. ഇതിനിടയ്ക്ക് ചക്ക അദ്ദേഹം അവിടെ ഇവിടെ നിന്ന് പൊഴിഞ്ഞ് വീഴുന്നുണ്ട്. മഴ കാരണമാണെന്ന് തോന്നുന്നു. പശുക്കിടാവേ തള്ള ചാഞ്ഞെന്ന് കൊടുത്ത് കിടാവിനെ കുടിപ്പിക്കണം. കിടാവിനെ തള്ളപ്പശുവേ ചെരിഞ്ഞ് എന്ന് കൊടുത്ത് കിടാവിനെ കുടിപ്പിക്കുക. തള്ളപ്പശുവേ പശു ആ കള്ളത്തരം കാണിക്കുന്ന അവള്. അവൾക്ക് ചെരിഞ്ഞ് എന്ന് കിടാവിനെ കുടിപ്പിക്കണം.
എനിക്കതൊന്നും അറിയില്ല. ആ കിടന്നു വന്നിട്ട് കൂവണ അവള് കിടന്നു കള്ളത്തരം കാണിച്ചിട്ട് എപ്പോഴും തിരിഞ്ഞ് നിൽക്കുക അവള്. അവിടെ കഴുത്തിന് ഭയങ്കര നീള. ആ ഇനിയുള്ള ഇച്ചിരി കഴിഞ്ഞ് തരുന്നുള്ളൂ കേട്ടാ. ഇതൊക്കെ എന്നാ പറ്റിയ ആർക്കാ എല്ലാത്തിനും എന്നാ പറ്റി? തലയ്ക്ക് വിവരമില്ല. തലയ്ക്ക് വിവരമില്ലേ? അതിനാ പറ്റിയേ? ഞങ്ങളിപ്പോൾ വരുന്നു. അമ്മ കിടന്നോ അവിടെ? എന്തൊക്കെയാ പരിപാടി? ഇന്ന് രാവിലത്തേക്ക് നമ്മള് ദോശയാണ്, ഗോതമ്പ് ദോശ. ആ സാമ്പാർ. സാമ്പാർ. ഉച്ചക്ക് ഒരു തോരൻ. സാമ്പാറുണ്ടല്ലോ ബാക്കി ചോറിന്. പിന്നെ ഒരു പാവയ്ക്ക്, അത് കയ്പ് കുറച്ച് എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവിടെ ഈ പാവയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ല തോരൻ വെക്കുന്നത്, കയ്പാന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറയാം ഇച്ചിരി ഉപ്പ് നീരിൽ പിഴിഞ്ഞുണ്ടാക്കാൻ മേലായിരുന്നു എന്ന് എന്നോട് ചോദിക്കും. ഉപ്പ് നീരിൽ പിഴിഞ്ഞിടാൻ വേറെ ഒരു ടേസ്റ്റാണ്, എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കയ്പ് കുറവാ, ടേസ്റ്റും ഉണ്ട്. അത് കാണിക്കാം. പിന്നെ ഗോതമ്പ് ദോശക്കുള്ളതാണ്. ഗോതമ്പ് പൊടി ഞാൻ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് റവ, കുറച്ച് കണക്കൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരു ഇച്ചിരി തേങ്ങ ചിരണ്ടിയത്. തേങ്ങ എന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഇച്ചിരി ഇടും. ഗോതമ്പ് ദോശയ്ക്ക്, അരിയുടെ ഉഴുന്നിന്റെ ദോശയ്ക്ക് ഞാൻ ഇടാറില്ല. ഗോതമ്പ് ദോശയ്ക്ക് ഇച്ചിരി തേങ്ങ ഇടും. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ പാവയ്ക്ക കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ. പക്ഷെ ഇത് നാടൻ പാവയ്ക്കല്ല അല്ലേ? നാടൻ പാവയ്ക്കൊക്കെ ഉരുണ്ടിരിക്കും, മുള്ളിങ്ങനെ കൂർത്തിരിക്കും. ഇപ്പൊ വരുന്ന മുഴുവൻ മറ്റേ വിത്തുകളല്ലേ, അതുകൊണ്ട് ഒന്നും അത്ര ഒരു തവണ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. അതിന് മുമ്പ് റവ ഇച്ചിരി ഒന്ന് കുതിർത്തി വെക്കാം. ഇത് മതി. റവയൊന്ന് കുതിർത്തി വെക്കുക. അമ്മ ദോശയൊന്നും കഴിക്കില്ല, സാമ്പാറുള്ള അമ്മയ്ക്ക് ഇഷ്ടമില്ല കേട്ടോ. പൊതുവെ ഇഷ്ടമില്ല. അപ്പൊ അമ്മയ്ക്ക് തൈരും മോരും ഒക്കെയാണ് ഇഷ്ടം. സാമ്പാറിന്റെ കൂടെ കഴിക്കാൻ ദോശ ഇഷ്ടമല്ല. അതുകൊണ്ട് അമ്മയ്ക്ക് നമ്മളൊന്ന് ഓട്സ് ഉണ്ടാക്കി കൊടുക്കും. ഇഷ്ടമില്ലാത്തൊക്കെ ഉണ്ടാക്കുമ്പോ അമ്മയ്ക്ക് ഓട്സ് കൊടുക്കും. സാമ്പാർ പൊതുവെ അമ്മ പണ്ടും ഉണ്ടാക്കുമല്ലായിരുന്നു. സാമ്പാറിനോട് വലിയ പ്രിയമില്ലായിരുന്നു. എനിക്ക് പുളിങ്കറികളോടൊക്കെ ആയിരുന്നു പ്രിയം. യുവാന് സാമ്പാറാ ഇഷ്ടം. സാമ്പാർ ഏറ്റവും ഗുണമുള്ള സാധനമല്ലേ, നന്നായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. വൃത്തിയായിട്ട് ഉണ്ടാക്കണം. അത് ചിലരുണ്ടാക്കിയ ടേസ്റ്റ് ഇല്ല. അതാ സാമ്പാർ പൊടിയുടെ ഒക്കെ ഇതുകൊണ്ടാന്നായിരിക്കും. ഓരോ കമ്പനി സാമ്പാർ പൊടിയുടെ ഒക്കെ ഇച്ചിരി കായപ്പൊടിയൊക്കെ ചേർത്ത് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ലതാണ് കൂടെ. അല്ല പിന്നെ അതിനകത്ത് എല്ലാ സാധനവും ചേർക്കണം. സാമ്പാർ പൊടിക്കകത്ത് എല്ലാ ചേരുവകളും ഉണ്ട്. എങ്കിലും നമ്മൾ ഇച്ചിരി കായപ്പൊടിയും കൂടെ അതിന്റെ കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാ. ഉലുവ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എല്ലാം വേണം. മുരിങ്ങക്കോലുണ്ടെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് സാമ്പാറിന്. നന്നായിട്ട് ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് കുഴച്ച് അതിന്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച്. ഇത് നമ്മളിതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ചേർന്നോളേ. കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. ഇച്ചിരി ഉപ്പ് ഒഴിച്ചു കൊടുക്കണേ പാകത്തിന്. ചക്കരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കിടന്ന് പുറത്തിറക്കിട്ട് കൊടുക്കാം. പിന്നെ പുറത്തിറക്കിയേക്കാൻ മേലായിരുന്നല്ലോ, അവിടെ എല്ലാം വൃത്തികേടാക്കും. എല്ലാം അടിച്ചു വാരിയിട്ടതല്ലേ. കഴുകിയിട്ട് ചെരിഞ്ഞ് കുടിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ല, ഉച്ചക്ക് പാല് കുറവാ. രാവിലെ 10 ലിറ്റർ പാല് മിച്ചം കിട്ടുമ്പോ ഉച്ചക്ക് അതിന്റെ പകുതി കിട്ടേണ്ടതാ. അത് കിട്ടുന്നില്ല. അവള് കുടിപ്പിക്കുന്നതാണേ. ചില ദിവസങ്ങളിൽ കിട്ടാറുണ്ടല്ലോ. കിട്ടുന്നതിന്റെ ആയിരിക്കും. അതിനിപ്പോ മിക്സിയിലിട്ട് അടിച്ചാ മതി, അപ്പൊ അത് ശരിയായിക്കോളെ. ഇതെന്തിനാണ് ചേർക്കുക? റവ കുതിർത്തി വെച്ചത്. ഒരു മൊരിമൊരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിനകത്ത് ചേർക്കുക കേട്ടോ. നിർബന്ധമില്ല, ആവശ്യമുള്ളവർ ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കണം. നമ്മളതൊന്ന് കളർ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ചുട്ടെടുക്കുമ്പോഴേ. മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കും. അരക്കണ്ട, ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പൊ അത് കട്ടയൊക്കെ ഉള്ളത് ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ആട്ടപ്പൊടിയല്ലേ
നമ്മള് ഗോതമ്പ് പൊടിയല്ല വാങ്ങിക്കുന്നേ. അല്ല നമ്മൾ ഈ ആട്ട ഇത് ഉണ്ടാക്കാനായിട്ട് മറ്റേ ചപ്പാത്തി ഉണ്ടാക്കണ പൊടി തന്നെയല്ലേ? ചപ്പാത്തി ഉണ്ടാക്കണം. നമ്മള് ആട്ടയുണ്ട്, ഗോതമ്പ് പൊടി. ഇത് ഗോതമ്പ് പൊടി തന്നെയാണ്. ഗോതമ്പ് പൊടി തന്നെയല്ലേ? ആട്ടയ്ക്കാകുമ്പോൾ ഇച്ചിരി മൈദ റബ്ബർ ഷൂ കൂടുതലുണ്ടാവും. അതിനകത്ത് തവിട് കുറവല്ലേ? കുറവാണ്. തവിടുള്ളതാണ് ആരോഗ്യത്തിന് നല്ലല്ലേ? തേങ്ങ അതിൻ്റെ കൂടെ ചേർത്താണോ അടിക്കുന്നത്? തേങ്ങ ഞാൻ പിന്നെ ചേർക്കുന്നുള്ളൂ. നല്ല മഴയായിരുന്നല്ലോ അമ്മ ഇന്ന് നേരിട്ട് അങ്ങ് കിടക്കുമല്ലേ? ഭയങ്കര ഉറുമ്പ് ശല്യം കേട്ടോ. അത് ഈ മഴയൊക്കെ കഴിയുമ്പോഴത്തേനും കറുത്ത കടിക്കലാത്തൊരു ഉറുമ്പില്ലേ? യോനുറുമ്പൊന്നല്ല, കാട്ടുറുമ്പ് കണ്ടാ പറയുന്നത്. ആ സാധനത്തിനെ കൂടെ ഭയങ്കര ശല്യം ഇവിടെ. നമ്മുടെ ദേഹത്തെല്ലാം കീറുക. കുഞ്ഞു സാധനം. മുഖ്യ മഴ കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും തന്നെ ഉറുമ്പ് ശല്യം ഉണ്ടല്ലോ പൊതുവെ. നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ട, നമ്മളിങ്ങോട്ട് ഒഴിക്കുക. കട്ടയില ഉടങ്ങി അല്ലേ? നമ്മളിവിടെ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ടോ? സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. ദോശയൊന്നും ജോമോന് ഇഷ്ടമില്ല. ഗോതമ്പ് ദോശ ഇഷ്ടമായിരിക്കും അല്ലേ? ഉഴുന്ന് ചേർക്കുന്ന ദോശ ജോമോന് ഇഷ്ടമില്ല. ഈ തേങ്ങായും കൂടെ അങ്ങ് ഇട്ട് വെക്കുവാണേ. നിർബന്ധമില്ല കേട്ടോ. തേങ്ങ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പഞ്ചസാരയും നിർബന്ധമില്ല. തേങ്ങാട്ട് അരച്ച ഇല്ലേ? അരയ്ക്കണമെങ്കിൽ ഞാൻ ഇതുവരെ അരച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ചുമ്മാ ഇടുവായിരുന്നു. എനിക്ക് അതിനൊന്ന് കടിക്കുന്നത് ഇഷ്ടമാണ്. തേങ്ങ കടിക്കാൻ പറ്റും. പണ്ട് നമ്മള് ചുമ്മാ ഇവിടെ തേങ്ങ ചേർത്ത്, ഒത്തിരി തേങ്ങ ചേർത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഈ തേങ്ങ ഇട്ടിട്ട് എല്ലാം ചെയ്യുന്നതിനോട് ഇഷ്ടം. എന്നാൽ തോരൻ കറിക്കകത്ത് അധികം തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമില്ല. വിവിനായിക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമില്ല. മെഴുക്കുവരട്ടി കറിയാണ് അവർക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഹോസ്റ്റലിൽ ചെന്ന പിന്നെ അവിടെ മെഴുക്കുവരട്ടിയാ മുഴുവൻ. മടുത്തെന്ന് തോന്നുന്ന ആള് എണ്ണ പിഴിഞ്ഞു കളഞ്ഞ കഴിക്കുന്ന മുഴുവൻ എണ്ണക്കകത്ത് കുടിച്ചിരിക്കുവാന്നാ പറയണേ. പരമ്പരാഗതമായിട്ട് അവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തു പോണതായിരിക്കും. തേങ്ങയ്ക്കൊക്കെ വിലയും ആയില്ല ഇപ്പൊ. ഹോസ്റ്റൽ വഴിയൊക്കെ എളുപ്പമല്ലേ നമുക്ക് തേങ്ങ ചെരണ്ടാനൊക്കെ പോണ്ടേ. ഇപ്പൊ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ദോശക്കുള്ള. അത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ആവശ്യം ചൂടോടെ ചുട്ടെടുത്താൽ മതിയേ. അതായിരിക്കും ടേസ്റ്റ് തിന്നാൻ സമയത്ത്. തിന്നണ സമയത്ത്. അപ്പൊ അതൊന്ന് പുളിച്ചും കൂടെ വരും. ഇനി ഇതിന് ആവശ്യമുള്ളവർക്ക് ഒരു ഇത്തിരി ബേക്കിംഗ് സോഡയും കൂടെ ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. സോഡാപ്പൊടി അല്ലേ? ബേക്കിംഗ് സോഡ ചേർക്കാം. ഇന്ന് ലോക പശുവിന്റെ അടുത്ത് കൂട്ടുവാ. ഞാനിന്നപ്പോ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കട്ടെ. നമുക്ക് കുഞ്ഞു പശുവിനെയും പൊന്നിനെ കൂടെ പുറത്തേക്ക് ഇറക്കി കെട്ടിയേക്കാം. ഒരു ചക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കൊടുത്തേക്കാം. തിന്നാൻ പറ്റുന്ന ചക്കയല്ലേ? അത് ഈ കന്നാലുകൾക്ക് കൊടുക്കാനേ ഉള്ളൂ. രുചിയില്ലാത്ത ചക്കയാതുണ്ട്. പക്ഷെ മഴക്കാർ വന്നിട്ട് കയറി വരുന്നുണ്ട്. അടുത്ത മഴ പെയ്യുമെന്ന് തോന്നണം. അല്ല, വൈകിട്ടൊക്കെ മൊത്തം മഴയായിരുന്നു. അതുകൊണ്ട് അവൾ വലിച്ചു നീട്ടി നിൽക്കുകയാണേ. പാപ്പ കുടിക്കാൻ വേണ്ടി അവൾ വലിച്ചു നീട്ടുവാണ്. ഇല്ലടി പിന്നെ പാപ്പ കുടിക്കാൻ വേണ്ടി വലിച്ചു നീട്ടി അങ്ങനെ നിൽക്കുകയാണ്. അമ്മ കിടന്ന് വെള്ളം ഉണ്ടാക്കണം ചക്ക തിന്നാൻ വേണ്ടി. ഭയങ്കര ചക്ക കൊതിച്ചുകൾ അമ്മയും മകളും നമ്മളെപ്പോലെ തന്നെയാണ്. അപ്പോൾ ഇത് ആദ്യമേ എടുത്തുകൊണ്ട് ആ പറമ്പിലോട്ട് കിട്ടുന്നിടത്തോട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ഉരുട്ടി പിടിക്കും. ഇനിയിപ്പോൾ ഇത് കണ്ടിരിക്കുന്നതുകൊണ്ട് കക്ഷി വെള്ളം കുടിക്കില്ല. അല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടേ പോവുള്ളൂ. ഇത് കണ്ടിരിക്കുന്നതുകൊണ്ട് ഇനി വെള്ളം കുടിക്കത്തില്ല. നേരെ അത് തിന്നാൻ പോവുള്ളൂ. അമ്മനെ മകളെയും കൂടി ഒരു തൂണലാണ് ഇപ്പോൾ കിട്ടിയിട്ടിരിക്കുന്നത്. അല്ലെ കുടിക്കുന്നേ ഇവള് കുടിപ്പിക്കും. ഭയങ്കര കളിയാണ്. മകളെ കുടിപ്പിക്കുന്ന കാര്യത്തിൽ ഭയങ്കര കളിയാണ്. അതുകൊണ്ട് ആദ്യം പൊന്നൂനുള്ള ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പൊന്നൂനെ ആദ്യം കെട്ടിയിട്ട് എവിടെ കെട്ടാം. ഉണ്ടോ ചക്കതീനി നിന്നുന്ന തീറ്റ ഉണ്ടോ? രണ്ടും അമ്മയും മകളും കൂടെ ചക്കപ്പൂതങ്ങളെന്ന് ഞങ്ങൾ വിളിക്കുന്നത്. ഓക്കെ, ചക്ക കണ്ടാൽ പിന്നെ അവൾക്ക് വേറൊന്നും വേണ്ട. കുഞ്ഞു സാധനത്തിന്. ആഹാ, ഏറ്റു പോന്നാ? ഏറ്റു പോന്നു. വീട്ടിൽ പോണോ? ഇവിടെയാ? ഇവിടെ ഉള്ളവരവിടെ പോയി? ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ ഇല്ലേ?
ഏ? ഇവിടെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇല്ല. ഇവിടെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഏ എവിടെയാ? ഇവിടെ ഉണ്ട്. നമ്മളൊക്കെ അല്ലേ ഇവിടെ ഉള്ളത്. ഇതാണോ വീട്? ആ ഇതാ വീട്, വേറെ വീടൊന്നുമില്ല. ആരുടെ വീടാ? ഏലി ഏ? ഏലിക്കുട്ടിയുടെ. എൻ്റെ വീടെങ്കിലും എവിടെ വന്നെ? പിന്നെ എവിടെയാ വരുന്നത്? ഇതെവിടെയാ സ്ഥലം? ഏ? ഇതെവിടെയാ സേന സ്ഥലം? എന്നാ ഇതെവിടെയാ സ്ഥലം? എന്നാ സ്ഥലം? ഇതെവിടെയാന്ന് പിന്നെ ഇതെവിടെയാന്ന്? ഇവിടെയാണോ? ആ ഇതെവിടെയാന്ന് ചോദിച്ചേ. ഇവിടെയാണോ? ആ ആര്? നമ്മളൊക്കെ. ഇങ്ങോട്ട് ശീക്കോട്ടം തിന്നുന്നുണ്ട്. കാരണന്മാരൊക്കെ എവിടെയാ? കാരണന്മാരൊക്കെ പള്ളിയിലാന്നേ. പള്ളിയിൽ പോയി. ആ പോയിട്ട് മതിയല്ലോ. ആ ഈ പള്ളിയിൽ നിന്നും വരികയില്ല. അവിടെ താമസിക്കുക. അവരൊക്കെ അവിടെ ആക്കി. അവിടെ അമ്മ അവിടെ താമസിക്കുക കാരണവന്മാരൊക്കെ. പള്ളിയില ആ അതിനാ അവർക്ക് അവിടെ നിന്നാ മതിയെന്ന് ഇനി. നിങ്ങൾ അവരെ നോക്കാൻ ഇനി ആരും ഇല്ലെന്ന്. അവിടെ ജീവിക്കണം എങ്ങനെയാ? അവരവിടെ ജീവിച്ചോളും, ദൈവം അവരെ നോക്കിക്കോളും. അതുകൊണ്ടൊന്നും കാര്യമായില്ല. ആ അഞ്ഞി ബാ. അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ ആ, മക്കളും വേണം, ബന്ധപ്പെട്ടവരും വേണം. ആണോ? അഞ്ഞിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നോക്കിക്കോളും. ബാ നമുക്ക് ഇങ്ങ് പോരാ. ദൈവത്തെ ഏൽപ്പിച്ചു. അയൽവക്കത്തായാലും ഇന്നത്തെ തണുപ്പിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആ എന്തൊരു പാടാം. വീട്ടിലാൾ വേണം അല്ലേ വെള്ളം കുടിക്കണമെങ്കിൽ. ഞങ്ങളുടെ അമ്മയുണ്ട്, എലിക്കുട്ടി അമ്മ ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മയും പറ്റും. അമ്മയുടെ അമ്മയൊക്കെ ആയിശോടെ അടുത്ത് പോയി. പോയോ? ആ വെച്ചു പോയോ? ആ ഇപ്പം എന്താണ് സംഭവം? സംഭവം ഇവിടെ സാമ്പാറതേ റെഡിയായി. അപ്പനും അമ്മയൊക്കെ പോയോ? ആ ഒരമ്മയൊക്കെ പോയി. ദേ സാമ്പാർ തിളച്ചു റെഡിയായി കേട്ടോ. മണമുണ്ടോ രുചിയുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടോ? മണം വരുന്നുണ്ട്. മണം വരുന്നുണ്ട്. മണം വരുന്നുണ്ട്. ആ മല്ലിയില ഇട്ടിട്ടുണ്ട്. ആ എനിക്ക് മല്ലിയില ഇടണ ഇഷ്ടം. വിവാനും മല്ലിയില എനിക്കും ഇടണം. വലിയ ഇഷ്ടമാണ്. ആണോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അമ്മയ്ക്ക് ഈ സാമ്പാർ ഇഷ്ടമില്ല. ഇങ്ങോട്ട് മാറ്റുക. പട്ടിക്കുള്ള കഞ്ഞി വെക്കണം കുക്കറിനകത്ത്. നമ്മുടെ ആ ചെറിയ കുക്കറിന് എന്തോ പറ്റിയൊന്ന് നോക്കുവോ? അതാണ് ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കണം, ഞാൻ കറിയൊക്കെ ഉണ്ടാക്കണം. അതിനകത്തായിരുന്നു ഈ വലിയത് ഇട്ട് ഉപയോഗിക്കാനായിരുന്നു. ചോറ് വെക്കാനായിട്ട്, പട്ടിക്കുള്ള ചോറ് വെക്കാനായിട്ട്. വാഷ് പോയതാണ്. വാഷറല്ല, അതിന്റെ ഇടയിൽ കൂടെയൊക്കെ എന്നാ പറയാ ഏറെ പോകുന്നുണ്ട്. വാഷ് എവിടെ? വാഷനായിട്ടാക്കണോ അല്ല പിന്നെ എവിടെ പോണേ? ഇത് ഇവിടെ അതിന്റെ പിടിയില്ലേ കൈ ഇവിടം വഴി എങ്ങാണ്ടാ പോണത്. അതിന് വിസിലടിക്കുന്നില്ല. പിടിയിലിടാക്കൂടെയോ? ആ പക്ഷെ ഇത് നല്ല സ്ട്രോങ് ആയിട്ടാ. ഇത് ഇളകി കിടക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെയാന്ന് വിചാരിക്കാം. പിടിയിലിടാക്കൂടെ പോണേ? ആ അതിന് അത് ഇത് ചെയ്ത് നോക്കിയാലേ വെള്ളം ലീക്ക് ഉണ്ടെന്ന് വെള്ളം ഒഴിച്ച് നോക്കിയാലേ. ഒന്ന് വെച്ച് നോക്കാം ഇതിനകത്തേ. വെള്ളം ഒഴിച്ചാലേ അതിൻ്റെ ഇതിൻ്റെ കൂട്ടിങ് ഇതുമെല്ലാം പോയതാണോ? പക്ഷെ ഇത് പോയിട്ട് അവിടെ ചെറിയതുണ്ടോ? ഇല്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. ഇതല്ല ഇവിടെയാണ് ഇവിടെ. അതിലേ പറഞ്ഞേ അതിൻ്റെ ഹാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്നിടത്തേ അതിലേ പോകുന്നതായിരിക്കും ചിലപ്പം. സാമ്പാർ ഇവിടെ ഇരിക്കട്ടെ. സാമ്പാറൊക്കെ ഇല്ല ഉണ്ടാക്കി വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴതിന്റെ രുചി അറിയാൻ പറ്റുള്ളൂ. ചൂടോടെ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഒരു ടേസ്റ്റും ഇല്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ചെറുതായിട്ട് നാറിയിട്ട് ആരാ നോക്കണം? എല്ലാവരും വരാനുണ്ടോ? എല്ലാവരും വരാനുണ്ടോ? പിന്നെ അമ്മ ഈ ഗോതമ്പ് ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കട്ടെ. എങ്ങനെയാണെന്നറിയോ? ശർക്കര ചേർത്തിട്ട് അതിങ്ങനെ ദോശ പോലെ പരത്തി ചുട്ടെടുക്കുന്നത്. ചായക്ക് തേങ്ങയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് അതൊരു പരിപാടി. സാധാരണ എല്ലാം ചെയ്തോണ്ടിരുന്ന വൈകുന്നേരം. ചിലർ രാവിലെ അത് തന്നെ കഴിക്കുന്നവരുണ്ട് കേട്ടോ. അത് ചേർത്താ വേറെ കറിയൊന്നും വേണ്ടല്ലോ. ചായയുടെ കൂടെ രാവിലത്തെ ഭക്ഷണമായിട്ടേ കഴിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഇന്ന് പത്രക്കാരൻ വന്നില്ലല്ലോ. ഇന്ന് പത്രക്കാരൻ നമ്മളെ പരിചയം പത്രം ഇട്ടില്ലേ? പത്രക്കാരനെ ഇന്ന് പത്രം ഇട്ടില്ല. നമ്മൾ ചില ദിവസം പത്രം ഇടിക്കില്ല. പേപ്പർ പേപ്പറേ പേപ്പർ വന്നില്ലെന്ന്. പേപ്പർ ഇട്ടില്ല. പേപ്പർ ഇടാതെ പോക്കളെ. വേറെ അപ്പുറത്തട്ടെന്ന് തോന്നും. ഇവിടെ ഇട്ടില്ല. രാവിലെ തെളിയുന്നുണ്ട്.
മഴക്കാറുണ്ട് എന്നാലും തെളിയുന്നുണ്ട്. ചാക്കപ്പോട്ടെ എന്താണ് അല്ല ചെയ്യണേ? ഈച്ച പിടിക്കുകയാണോ? ഈച്ച പിടിക്കുന്നു, ഈച്ച. വെയിലൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നല്ല ചൂടുവാ. ചാക്കേ ചാക്കേ രാമേ ഞങ്ങളുടെ ഏതാ അതൊക്കെ ഏതാ സ്ഥലമോ? സ്ഥലമൊക്കെ ആഹാ, നിങ്ങളുടെന്ന് പറഞ്ഞാൽ ആരെയൊക്കെ? ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ? ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ആരുടെയാ? ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ആരുടെയാന്ന്? ഇവിടുത്തെ കാർന്നന്മാരെയാ? ആ, ഇവിടുത്തെ കാർന്നന്മാരെയാ. കുഞ്ഞുകുട്ടൻ്റെ ആണോ? പഴയ കാർന്നന്മാരൊക്കെ അത് തലമുറ ഇങ്ങനെ കൈമാറി വരികയല്ലേ? പഴയ കാർന്നന്മാരെ നിന്ന് പുതിയ കാർന്നന്മാരിലോട്ട് ഇങ്ങനെ കൈമാറി കൊടുക്കും. ആ, കൈമാറി പോകും. ആ ആ, അതല്ല പറഞ്ഞ എൻ്റെ സന്താനങ്ങൾക്ക് കൈമാറി വരും. ആ, അതാ പറഞ്ഞ ആ, അത് തന്നെ അനന്തരക്കാണ്. മുന്നേ ഇപ്പം അനന്തരവരുടെ ഇടയില, കാരണന്മാരുടെ ഇടയിലല്ല. ഏതേ? ആ, അത് പഠിക്കാനൊക്കെ പോകുന്നവരാ, ജോലിക്ക് പണിക്ക് പോകുന്നവരൊക്കെയാ. ഇത് നമ്മുടെ വിവീനയ്ക്ക് മാർഗം കളിക്ക് കോളേജിൽ നിന്ന് സമ്മാനക്കാരി. അതിൻ്റെ അടിയിൽ വായിക്കാൻ പറ്റുന്നില്ലല്ലോ. തുള്ളിപ്പോൾ വീട്ടിന് വേദനയായിരുന്നാ പറഞ്ഞത്. എല്ലാ കാര്യങ്ങൾക്കും പുള്ളിക്കാരത്തേക്ക് പോകണം. കലോത്സവത്തിന് ദീപോളിയിൽ നിന്ന് പോയ കലോത്സവത്തിന് കിട്ടിയാണിത്. വഞ്ചിപ്പാട്ടാണ് അന്ന്. ആ, ജില്ലയിൽ. അങ്ങനെ പുള്ളിക്കാരത്തി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ മുമ്പിലുണ്ട്. പഠിത്തം മാത്രം പുസ്തകപ്പുഴുവായിട്ട് ഇരുന്നിട്ട് കാര്യമില്ലെന്നാ പുള്ളിക്കാരത്തി പറയുന്നത്. ഈ കാര്യത്തിലെല്ലാം ചേരണം. പഠിത്തം മാത്രമായിട്ട് ജീവിതം എങ്ങനെയാ കൊണ്ടുപോകേണ്ടത്? ശരിയാന്നേ. എനിക്ക് പേടിയാന്നേ. അവസാനം ഇതെല്ലാം കൂടെ കൂടിയിട്ടിട്ട് ഒരു അലക്കാന്ന് ഞാൻ പറയും. പഠിത്തം ഉറക്കവും ഇല്ല, ഊണുമില്ല, ഒന്നും ഇല്ലാതിരിക്കും. അതൊക്കെ നേരത്തെ പഠിച്ചു പോയിക്കോളും. നമ്മൾ എല്ലാം കൂടെ കൂടിയാണേലേ ഉള്ളൂ മുന്നോട്ടുള്ളൊരു നിലനിൽപ്പുണ്ടാവും. അവരാകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാവും. മറ്റേതാകുമ്പം പൊസപ്പുഴുവായിട്ട് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല. എന്നാത്തിനാ ഉള്ളിയെ പാവയ്ക്കായ്ക്ക് സവോള ഇടാം. ഈ ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ്. നമ്മുടെ പട്ടിക്കുട്ടന്മാർക്കുള്ള ചോറ് വേകുന്ന ഭാഗമാണ്. കാന്താരിമുളക് പാവയ്ക്കാത്തോരനുള്ളതാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം തേങ്ങായും ചിരണ്ടി, ആവശ്യത്തിനുള്ള തേങ്ങായും ചിരണ്ടി വെച്ചതിന് ശേഷമേ ഉള്ളൂ നമ്മൾ പാവയ്ക്ക അരിയുള്ളൂ. അതിനെന്ന് ചോദിച്ചാൽ പാവയ്ക്ക ലാസ്റ്റ് അരിയുന്നതാണ് നല്ല. ഈ അരിഞ്ഞു വെക്കുമ്പോഴാണ് ഇത് കൂടുതൽ കഴിക്കുന്നത്. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം എല്ലാവരും. കാണിച്ചു തരാം. ഈ ഒരു വസി കിടക്കും. പിന്നെ എത്ര ടേക്കാത്ത ആ പാലുണ്ടോ കൊടുക്കടാ. ഓയ് ഏറ്റവും പാലോട്ടോ കൊടുക്ക്. എന്നിട്ട് ആ എവിടെ പോ. രാവിലെ ചിരിച്ച് കാണിച്ചിട്ട് ഇത് അടുത്ത പടിഞ്ഞാറൻ കയറി വരുന്നുണ്ട്. പടിഞ്ഞാറൻ കയറി വരുന്നു കുണാപ്പൻ. ചാക്കുണാപ്പാ. അവനെ ക്യാമറ ശ്രദ്ധിച്ചിരിക്കണം എന്താണ് സംഭവം എന്നുള്ളത്. ഇതെന്നാ സാധനമാണെന്ന് പിടി കിട്ടുന്നില്ല അല്ലടാ. ബാഗൊക്കെ പിടിച്ച് കാണിക്കണേ. അതോ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കിയിരിക്കണേ. കുറുക്കൻ അല്ലേ? കുറുക്കൻ ചാക്കുമല്ലേ? അല്ല തേങ്ങ അവളാണോ? തേങ്ങ തീർന്ന് ഇനി മേടിക്കണം കേട്ടോ. വേണേ കുടിച്ചോ.
എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് ആ പച്ച തേങ്ങയുടെ വെള്ളമാണ് ഇഷ്ടം. മധുരമൊന്നുമില്ല. പഴകിയ തേങ്ങയല്ലേ, എത്ര ദിവസമായതാണെന്ന് അറിയില്ല. മാനം ഇരുന്ന് വന്നുകൊണ്ടിരിക്കുവാണ്. കൊച്ചി ഇങ്ങനെ കിടക്കണം. കൊച്ച് ഇന്നലെ വൈകിട്ട് മഴയൊക്കെ നനഞ്ഞ് അതിലേക്ക് പോയില്ലേ, അതിൻ്റെയൊക്കെ ആയിരിക്കും. ജിമ്മിൽ പോകണല്ലേ, വൈകിട്ട് നനഞ്ഞൊക്കെ മഴയത്തല്ല, മഴ നനഞ്ഞൊക്കെ ആയിരിക്കും പോയി, അതായിരിക്കും. വേലാഞ്ഞിട്ടാണോ നോക്ക്, വേലാഞ്ഞിട്ടാണോ അവനോട് ചോദിയില്. അവനെ ഏറ്റവും തന്നെ വലിയ പാടല്ലേ. ക്ഷീണം കാണും, ജലദോഷം അടിച്ച് കാണും. 2 ദിവസമായിട്ട് നല്ല തണുപ്പും മഴയല്ലേ, ചൂടും. കൊച്ചു പഠിക്കാൻ പോകണല്ലോ, ജോലിക്ക് സമയമായോ? പിന്നെ കൊച്ചിനി പഠിച്ച് വന്നം ജോലിയൊക്കെ ആണെങ്കിൽ. വേണമെങ്കിൽ ഇപ്പോൾ ചെറിയ പഠിക്കാൻ പോകണ നല്ല ഉത്തരവാദിത്തം വേണം. ഉത്തരവാദിത്തമില്ലാതെ പഠിക്കാൻ പറ്റുമോ? തോറ്റവിടെ കിടക്കും അല്ലേ? ഉത്തരവാദിത്തം തോറ്റ് കിടക്കും. ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ തോറ്റ് കിടക്കും. ഉത്തരവാദിത്തം ജീവിതമില്ല, പോയി പൊന്നിവാസം നടന്ന. കിടക്കാൻ പക്ഷേ ജനം ഇങ്ങനെ കിടക്കണം, അതിലാഞ്ഞിട്ടാണോ? വണ്ടി കൊണ്ട് ആര് വരും? ആരാ വണ്ടി കൊണ്ട് തന്നെ? ഒരു പാവയ്ക്ക നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. അരിഞ്ഞ ഉടനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക്. എനിക്ക് ഇച്ചിരി കാന്താരി മുളക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതാ എടുത്തത് കേട്ടോ, അതരിഞ്ഞത്. കാന്താരിക്ക് ടേസ്റ്റ് കൂടുതലല്ലേ? ഇവിടെ ഇല്ല കാന്താരി. കുറച്ച് തേങ്ങ ഇച്ചിരി കൂടുതൽ ഇടുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ഇത്രയും തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിലൂടെ കറിവേപ്പിലയുണ്ട്. തേങ്ങ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത് ഒന്നുകൂടെ. അതിൻ്റെ നമ്മൾ കൂടെ ഈ പാവയ്ക്കയുടെ കൂടെ ഇട്ട് അധികം നമ്മൾ കുഴയ്ക്കുകയല്ലോ കേട്ടോ. കുഴച്ച് കഴിയുമ്പോൾ കയ്പ്പ് കൂടും, തേങ്ങയോട് പിടിക്കും. നമ്മൾ ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. ഇതിൻ്റെ കൂടെയാണ് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ച് മിക്സ് ചെയ്യും. വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ചേർക്കും. കുറച്ച് മതി. ഉപ്പ് മതി. പിന്നെ പോലെങ്കിലും ഒഴിച്ചാൽ ആവശ്യത്തിന് ഉപ്പ്. പതുക്കെ ഒന്ന് ഇളക്കുക ചെയ്യുള്ളൂ കേട്ടോ. നന്നായിട്ട് ബലത്തിൽ നമ്മൾ ചെയ്യരുതേ. തേങ്ങ ഇച്ചിരി കൂടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. തേങ്ങ ഉണ്ടെങ്കിലും ഒരു കയ്പ്പ്. തേങ്ങ ഇച്ചിരി കുറവാണ്. ഇച്ചിരി വേണോ? എനിക്ക് തേങ്ങ വലിയ ഇഷ്ടമൊന്നുമില്ല തോരനകത്ത്. നമ്മൾ അടുപ്പ് വെക്കുവാണേ. പതുക്കെ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ മീഡിയം തീയിലിട്ടാൽ മതി. ആരടാ ചുമ്മാ വരയ്ക്കുന്നതാണല്ലോ, ഇവിടെ ഒച്ച കേട്ടോണ്ട് വരയ്ക്കാം. തരം മാറി കേട്ടാ. വിറ്റ് പോയോ? പാല് കൊണ്ട് കൊടുക്കടാ. അപ്പോൾ നമ്മുടെ പാവയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിനി അത് വാങ്ങുവാണേ. ഇത് കഴിഞ്ഞ് മുമ്പേ ആയിട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മളൊന്ന് ആദ്യമൊന്നും ഒഴിച്ചായിരുന്നു, ഇച്ചിരി ഒഴിച്ചുള്ളൂ, മതി, ഒത്തിരി വേണ്ട. ഇനി ഒന്ന് ഇളക്കി ഇനി എടുക്കുവാണ്. ഓഫ് ചെയ്ത് കേട്ടോ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നോക്കാം എല്ലാം പാകാണെന്ന്.
എങ്ങനെയുണ്ട്? കയ്പുണ്ടോ? കയ്പെന്ന് പറയാനില്ല. വലിയ കയ്പില്ല. എന്നാലും പാവയ്ക്കയാണ്. പാവയ്ക്ക കയ്പ് ഉണ്ടാവും. പക്ഷെ കുറച്ചാണ് നമ്മളുണ്ടാക്കുക. അതായത് പാവയ്ക്കായുടെ കയ്പ് കുറയ്ക്കുക എന്നുള്ളതാണ്. കുറവല്ലേ? കുറവാ. വലുതൊക്കെ കഴിക്കണ്ടേ? വലുതൊക്കെ ബാ. പോകാനല്ല, കഴിക്കാൻ. വലുതൊക്കെ ബാ. വലുതൊക്കെ എങ്ങോട്ട് വേണേലും പോയേക്കാം. അമ്മയ്ക്ക് എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എവിടെയാ പോകണ്ടെന്ന് പറഞ്ഞോ? പോയേക്കാം. എങ്ങോട്ട് വേണേലും പോയേക്കാം. എങ്ങോട്ട് വേണേലും പോയേക്കാന്നേ. ആ പിന്നെ ഇപ്പൊ അമ്മയിലെ പറഞ്ഞ പോണം എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. അന്തം ബന്ധമില്ലാതെ പോയിട്ട് കാര്യമില്ല. ബന്ധമൊക്കെ ആയിട്ട് പോകണം. ബന്ധമുള്ളിടത്തല്ലേ പോകാൻ പറ്റുള്ളൂ. അതല്ലേ പറഞ്ഞേ. അതുകൊണ്ടാ ചോദിച്ചേ. എവിടെ വേണമെന്ന് പോകണമെന്ന് പറഞ്ഞു അങ്ങോട്ട് പോയേക്കാം. എവിടെ പോണെന്ന് പറഞ്ഞു അങ്ങ് പോയേക്കാം. എവിടെ പോണെന്ന് പറഞ്ഞു അങ്ങ് പോയേക്കാന്ന്. പല്ല് തേച്ചിട്ട് വാ, കഴിക്കാൻ എടുത്തു വെക്കാം. അമ്മയ്ക്ക് രാവിലത്തേക്ക് ഓട്സ് ആട്ടോ. അത് ദോശയായോണ്ട് അമ്മ ദോശ അങ്ങനെ കഴിക്കില്ലാത്തതുകൊണ്ട് സാമ്പാറുള്ളതുകൊണ്ട് അമ്മ ദോശ കഴിക്കില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഓട്സാണ് ഉണ്ടാക്കുന്നത് രാവിലെ. അവിടെ ഇരുന്നോ? ആ ഫാനിട്ടുണ്ട്. ഇപ്പം തണുത്തോളും. ഫാനേ ഇട്ടുണ്ട്. ഇപ്പം തണുത്തോളും. വരുന്നു. കഴിക്കുന്നുണ്ടാ? ദോശ ചൂടാനാന്ന്. ഇപ്പം കഴിക്കുന്നില്ലെന്ന്. എന്തായാലും മാനം പിന്നെയും തെളിഞ്ഞിട്ടുണ്ട്. തെളിഞ്ഞ് നിന്നാൽ മതിയായിരുന്നു. കഴിച്ചു കഴിഞ്ഞോ? ധാരം കുടിക്കും. ദോശ ഉണ്ടാക്കും കേട്ടോ. കൂടിപ്പോയല്ലോ. ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല. ഒക്കെ എല്ലാവരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇത്രയും കട്ടി കുറച്ചുണ്ടാക്കും. അതായിരിക്കും നല്ലത്. ടേസ്റ്റ് എനിക്ക്. നമ്മുടെ കല്ല് ഇത്രയല്ലേ വലിപ്പമുള്ളൂ. കട്ടി പറയുന്നതനുസരിച്ചാണ് രുചികൾ. ചൂടോടെ തന്നെ ചൂടോടെ തിന്നു. ഞാനും തിന്നാറുള്ളത്. ജോമ കഴിക്കുന്നുണ്ടോ? ഞാൻ കഴിക്കുക. എന്നാ കഴിച്ചു. എനിക്ക് പോകണം. എന്നാൽ 2-3 കൂടെ ആകട്ടെ. വടക്കേണ്ടിക്കാരെല്ലാത്തിനകത്തും നെയ്യ് ചേർത്തുള്ള പരിപാടികളല്ലേ. പക്ഷെ അതിന് ടേസ്റ്റ് ഉണ്ട്, ഗുണമുണ്ട്. മെയ്യ് വന്നിട്ട് മുരിഞ്ഞോ കേട്ടോ. അതാണ്. സാമ്പാർ തണുത്ത് റെഡി ആയിരുന്നുണ്ട്. പാവയ്ക്കത്തോരൻ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. ഉച്ചക്കത്തെ ചോറുള്ള. ഉച്ചയ്ക്ക് ഇച്ചിരി മീൻ വറുക്കാനുണ്ട്. ഉണക്കമീൻ അതിൻ്റെ കഷ്ണം 2 ഇരിപ്പുണ്ട്. വേണ്ടവർക്ക് കഴിക്കാം. 4 ആയിട്ടുണ്ട്. കഴിച്ചു. എന്നാൽ കഴിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായി കാണുന്നവർ ആദ്യമേ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് ഞങ്ങളുടെ എനർജി. ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള. ഇപ്പോൾ നമ്മുടെ സാമ്പാറും ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കഴിക്കുന്നത് ഞാനും വിവാനുമാണ്. നമ്മളവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അതിൻ്റെ പുറകെ അവൾ കഴിക്കുന്നതായിരിക്കും. എന്തായാലും പത്രക്കാരൻ ഇപ്പോൾ വന്ന് പത്രം ഇട്ടിട്ടുണ്ട്. പത്രം ഒന്ന് എടുത്തോണ്ട് വരാം ആ സമയത്ത്. കൊച്ചെങ്ങനെയുണ്ട്? നല്ലതാണോ? ഇവിടെ ഇടയ്ക്ക് വിലപ്പുഴയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനും കൂടെ ഇരുന്ന് കഴിച്ചേക്കാം.
നീ ഇപ്പോൾ വരുന്നുണ്ടോടി? ആ എന്നാ വാ. ദോശ രണ്ടെണ്ണം കഴിക്കുന്നുണ്ടോ? ദോശ രണ്ടെണ്ണം കഴിക്കുന്നുണ്ടോന്നോ? ദോശ പിന്നെ ദോശ 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 കഴിക്കാന്ന്. ദോശയോ? ആ എനിക്ക് വേണം. അവൻ ഇപ്പം കഴിച്ചതല്ലേ ഉള്ളൂ. ഇതാ എടുത്തോ, എടുത്ത് കഴിച്ചോ. ചൂടൻ ദോശ. രാവിലെ തെളിയുന്നുണ്ട്. തുണിയൊക്കെ ഇടാണ്ട്. നല്ലതാണ് പാനെ. ഇതെന്നാ പറഞ്ഞ ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു പ്രാവശ്യമേ പറയുള്ളൂ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം പറയത്തില്ല. ഇത് കൂടെ ചോദിക്കാൻ പാടില്ലല്ലേ? ആരെ വിളിക്കുന്നു? അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.